എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വളരെയധികം അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഈ പുണ്യമായ ദിനം ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറഫാ ദിനത്തെ കുറിച്ചിട്ട് തന്നെയാണ്. അതാ അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അൽ ഹജ്ജു അറഫാ, അൽ ഹജ്ജു അൽ അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്, അറഫയാണ്. ആ അറഫയില്ലെങ്കിൽ പിന്നെ ഹജ്ജില്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ പുണ്യമായ അറഫാ ദിവസത്തെ നമ്മൾ വളരെയധികം നമ്മൾ ബഹുമാനിക്കണേ. ആ പുണ്യമായ സമയത്തെക്കുറിച്ച്, പുണ്യമായ ദിനത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം മനസ്സിലാക്കണേ. അപ്പൊ ഇതാ നമുക്ക് വല്ലാത്തൊരു സംശയമാണ്, പടച്ചറബേ, അറഫ എന്ന് പറയുന്ന പുണ്യമായ ദിവസം അല്ലാഹുവേ, നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിലൂടെയൊക്കെ ചർച്ച ചെയ്തതുപോലെ എന്താണ് അറഫ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതേപോലെ തന്നെ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെയും അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് വഴിപ്പെടാതെ വന്നപ്പോൾ അതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കുകയാണ് സ്വർഗ്ഗത്തിൽ നിന്ന്. ആ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇറക്കിയത് എവിടെയാണ്? അത് സിലോണിലാണല്ലോ, ശ്രീലങ്കയിലെ ആദം മലയിലാണല്ലോ. എന്നാലോ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഇറക്കിയത് അല്ലാഹു തആല ജിദ്ദയിലാണല്ലോ ഇറക്കിയിട്ടുള്ളത്. ആ ജിദ്ദയിൽ നിന്ന് അതേപോലെ തന്നെ ആ സിലോണിൽ ആദം മലയിലെ മുകളിൽ ഇറക്കിയ ആദം നബി അലൈഹി സ്വലാം, ജിദ്ദയിൽ ഇറക്കിയ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ. അതാ എവിടെയാണ് എൻ്റെ പ്രിയതമ, എവിടെയാണ് എൻ്റെ പ്രിയതമൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ അന്വേഷിച്ച് കടന്നു പോയിരുന്ന സമയങ്ങളുണ്ട്. അങ്ങനെ അവസാനം അവർ കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ എന്ന് അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയും കണ്ടുമുട്ടിയ, അവിടുന്ന് കണ്ടുമുട്ടിയ മഹത്വമായ പുണ്യമായ ആ സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ അതാ ഇന്നത്തെ ദിനത്തിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പുണ്യമായ അറഫാ ദിനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ അറഫയിൽ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് ഇന്റർനെറ്റിലൂടെ, നമുക്ക് യൂട്യൂബിലൂടെ നമ്മൾ കാണുകയാണ്. എത്രയോ ആളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകളാണ് അല്ലാഹുവേ ആ പവിത്രമായ പരിശുദ്ധമായ ആ പുണ്യമായ അറഫാ ദിനത്തിന്റെ ഈ അറഫാ മൈതാനിയിൽ നിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നത്തെ ഈ പകലില് ഇന്ന് ഒരുപാട് ആളുകൾ അവിടെ കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ അവിടുന്ന് പ്രാർത്ഥന കൊണ്ട് തന്റെ ജീവിതത്തെ, തന്റെ ഹൃദയത്തെ അവിടുന്ന് ധന്യമാക്കുകയാണല്ലോ. ഒരുപാട് ആളുകൾ അല്ലാഹുവിനെ പടച്ചുറപ്പെ അവിടെ സ്തുതിച്ചുകൊണ്ട്, അല്ലാഹുവിന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവേ ഇന്നത്തെ പകലിൽ അവിടെ ഇങ്ങനെ വല്ലാതെ സന്തോഷപ്പെടുത്തുകയാണല്ലോ. ഒരുപാട് ആളുകൾ ഇന്ന് നന്മകൾ അവിടെ ചെയ്യുന്ന പകലാണ്. നമ്മളിങ്ങനെ കാണുകയാണ്, സോഷ്യൽ മീഡിയ വഴിയിലൂടെ നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ. അല്ലാഹുവേ പടച്ചുറപ്പെ അവിടെ ആയിരങ്ങള് ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അല്ലാഹുവേ അവരൊന്ന് കരങ്ങൾ ഉയർത്തുമ്പോൾ, ഈ ലോക സമൂഹത്തിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങളെയും ഈ പാപികളായ ഞങ്ങളെയും നീ അതിൽ നീ ഉൾപ്പെടുത്തണേ നീ ഞങ്ങൾ അതിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനേ. അതേപോലെ തന്നെ പുണ്യമായ അറഫാ ദിവസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച നടത്തിയതുപോലെ നമ്മുടെ നാട്ടിൽ എന്നാണ് അറഫാ ദിനം കടന്നു വരുന്നത്, എന്നാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം 9 കടന്നു വരുന്നത്. ആ
ദിനത്തിലാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. ആ ദിനമാണ് നമ്മൾ പരിശുദ്ധമായ അറഫാ ദിവസമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ട് അത് അവിടുന്ന് പടച്ചുറപ്പേ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്റെ പ്രിയമുള്ളവരെ ദുൽഹിജ്ജ, ഇന്ന് ഹാജിമാർ ആ പരിശുദ്ധമായ പുണ്യ അറഫയിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും ഇന്നത്തെ രാത്രിയിലും ഇന്നത്തെ പകലിലും നമുക്ക് ദുആ ചെയ്യാം. നമുക്ക് ആ പുണ്യമായ ഇന്ന് അവിടെ ആ പുണ്യമായ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന പുണ്യമായ സമയം ഇന്നാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കും അവിടെ ഒരുമിച്ച് കൂടാം. നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുമിച്ച് കൂടാം, നമുക്ക് പ്രാർത്ഥനകൾ നടത്താം. നമ്മൾ ഇന്ന് നോമ്പെടുത്തവരാണല്ലോ, അല്ലാഹു തആല നമ്മുടെ നോമ്പ് സ്വീകരിക്കട്ടെ. നമ്മൾ ഇന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാം, എല്ലാ നന്മകളും നമുക്കും ചെയ്യാം എന്റെ പ്രിയമുള്ളവരെ. അതേപോലെ തന്നെ എന്നാൽ നമ്മുടെ നാട്ടിൽ എന്നാണ് അറഫാ ദിവസം വരുന്നത്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം 9 വരുന്നത്, അന്നാണ് നമ്മൾ സൽക്കർമ്മങ്ങൾ എടുക്കേണ്ടത്, നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? വയൗമ അറഫ അഫ്ളലുൽ അയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ദിവസമാണ്, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് പരിശുദ്ധമായ അറഫാ ദിവസം എന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. പരിശുദ്ധമായ പുണ്യമായ ഈ അറഫാ ദിവസം എന്ന് പറയുന്നത് പകലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത കൊടുത്ത ഒരു ദിനമാണ്. പകലുകളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു തആല ശ്രേഷ്ഠത കൊടുത്തിട്ടുള്ളത് അത് പരിശുദ്ധമായ അറഫാ ദിനത്തിനാണ്. അതേപോലെ തന്നെ രാത്രികളിൽ അല്ലാഹു തആല ശ്രേഷ്ഠത കൊടുത്തിട്ടുള്ളത് അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്കാണ്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്കാണ്. അതേപോലെ പകലിൽ അല്ലാഹു തആല ശ്രേഷ്ഠത കൊടുത്തിട്ടുള്ളത് അത് പരിശുദ്ധമായ അറഫാ ദിവസത്തിന്റെ ഈ പുണ്യമായ അറഫാ ദിവസത്തിന്റെ പകലിനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പുണ്യദിനത്തെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. പുണ്യദിനത്തിന്റെ മഹത്വങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. പുണ്യദിനത്തിന്റെ മഹത്വങ്ങൾ നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ അശ്രദ്ധവാന്മാരായി പോകാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അതേപോലെ തന്നെ മഹത്വങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ഈ പുണ്യമായ ദിനം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ ഭൂമിക്ക് നേരെ തുറക്കപ്പെടുന്ന ഒരു ദിവസമാണ് പരിശുദ്ധമായ പുണ്യമായ ദുൽഹിജ്ജ മാസത്തിന്റെ 9ാമത്തെ ദിനമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ ഭൂമിക്ക് നേരെ തുറക്കുകയാണല്ലോ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് തന്റെ അടിമകളോട് പറയുകയാ, അടിമകളെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്നോ അതാ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്ന പുണ്യമായ പകലാണ് പരിശുദ്ധമായ ഈദ് അറഫാ ദിനത്തിന്റെ പകല്. അതേപോലെ തന്നെ റഹ്മത്തിന്റെ മലക്കുകളോ, അല്ലാഹുവിന്റെ വാനലോകത്തുള്ള മലക്കുകളോ, ആ മലക്കുകൾ മുഴുവനും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പുണ്യമായ ദിവസമാണ്, പകലാണ് പരിശുദ്ധമായ അറഫാ ദിവസത്തിന്റെ പകല് എന്താ? അതാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. എന്നിട്ടോ അവിടെ നിന്ന് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന അമലുകൾ കണ്ടിട്ടോ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് തന്റെ കൂടെ കടന്നു വന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളോട് അവിടുന്ന് പറയുകയാ, നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനിതാ പറയുകയാണോ, നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ്, എന്റെ
മുഅ്മിനീങ്ങളായ അടിമകളെ കണ്ടോ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടോ, ഒരുപാട് നന്മകൾ ചെയ്യുന്നത് കണ്ടോ, ഒരുപാട് സുഹൃതങ്ങൾ അവർ ചെയ്യുന്നത് കണ്ടോ. ഈ സുഹൃതങ്ങൾ, ഈ നന്മകൾ എല്ലാം അവർ ദുനിയാവിന്റെ തുരിക്ക് മുകളിലൂടെ അവർ ചെയ്തു കൂട്ടുന്നത് നിങ്ങൾ പറഞ്ഞതല്ലേ, നിങ്ങൾ പറഞ്ഞതല്ലേ. എൻ്റെ അടിമകൾ അവർ എനിക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യുന്നവരല്ല, എനിക്ക് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യുന്നവരല്ല, അവർ ദുനിയാവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെന്ന് നിങ്ങൾ പറഞ്ഞതാണല്ലോ. എന്നാൽ നിങ്ങളെന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളുകയാണ് ഈ പുണ്യമായ ദിനത്തില് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. എന്നിട്ട് അവിടെ നിന്ന് മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ടോ അത് അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഇന്നിതാ ഇവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണല്ലോ. ഇവരുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ പാപങ്ങളുണ്ടല്ലോ, ഇവരറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, എല്ലാ പാപക്കറകളുണ്ടല്ലോ, ഇതെല്ലാം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, ഇതെല്ലാം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ ദുനിയാവിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് മലക്കുകളുടെ മുമ്പിൽ എൻ്റെ അടിമകൾ ചെയ്യുന്ന നന്മകൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് നമ്മെ പഠിപ്പിക്കാം. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ അതേപോലെ തന്നെ ഇബ്ലീസ് ലഈൻ, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ്, എൻ്റെ പ്രിയമുള്ളവരെ ഇവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ പുണ്യമായ ദിനത്തിലാണത്രേ ഇബ്ലീസ്, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് അതാ പടച്ചറബേ ദുനിയാവിന്റെ തുരിക്ക് മുകളിലൂടെ ഓടുകയാണല്ലോ, ഒരുപാട് ഓടുകയാണ്, ഒരുപാട് ഓടുകയാണ്. അവൻ അട്ടഹസിക്കുകയാണ്, അവൻ നിന്ദ്യനാകുകയാണ്, അവൻ വശലാവുകയാണ്. ഈ സമൂഹ ത്തിന്റെ മുമ്പിലൂടെ അവനെ കരഞ്ഞുകൊണ്ട് മുതുകിങ്ങനെ വളഞ്ഞുകൊണ്ട് അവന്റെ നടുക പൊട്ടുന്നത് പോലെ അവന്റെ വാരിയെല്ലിങ്ങനെ പടച്ചുറപ്പെ ഒടിയുന്ന രൂപത്തിലോ അവനിങ്ങനെ വളഞ്ഞുകൊണ്ട് ഇന്നിതാ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഇബ്ലീസ് കരയുന്ന ദിവസമാണ്. ഈ ഭൂമിയിലൂടെ മണ്ണവന്റെ തലയിലേക്ക് വാരിയിട്ടുകൊണ്ട്, അവന്റെ തലയിലേക്ക് മണ്ണിങ്ങനെ വാരിട്ടുകൊണ്ട് അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഇബ്ലീസ് ഓടുകയാണെന്ന് അതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരിക്കലതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അതാ സ്വഹാബത്ത് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഈ പുണ്യമായ അറഫാ ദിവസത്തിലോ ഒരുപാട് മഹത്വങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചല്ലോ നബിയെ, ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നത് ആ പരിശുദ്ധമായ അറഫാ മൈതാനത്തിൽ പോയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണോ റസൂലേ? അവിടെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണോ നബിയെ? അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
ഈ അറഫാ ദിനത്തിന്റെ മഹത്വം ലഭിക്കുന്നത് അത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ലല്ലോ സഹാബ, അത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല. ഈ പുണ്യദിനത്തില് ആരാണ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഇങ്ങനെ കരങ്ങൾ ഉയർത്തുന്നത്? ആരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ച തമ്പുരാനോട് പൊറുക്കലിനെ തേടുന്നത്? ആരാണ് ഇവിടുന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നത്? അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ മഹത്വങ്ങൾ കൊടുക്കുകയാണ്. ഈ പുണ്യമാന ദിനത്തിന്റെ മഹത്വങ്ങൾ കൊടുക്കുകയാണെന്ന് അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ പുണ്യമാന ദിനത്തിൽ സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കാണ്, നബിയെ അറഫാ ദിവസത്തിന്റെ മഹത്വം ലഭിക്കുന്നത് ആർക്കാണ്? അത് എല്ലാവർക്കും ലഭിക്കുമോ? അതോ അറഫാ ദിവസത്തിൽ സംഗമിച്ച ഹാജിമാർക്ക് മാത്രമാണ് അത് കൊടുക്കുന്നത് എന്ന് സ്വഹാബത്ത് വന്നിട്ട് അവിടെ നിന്ന് സംശയം ചോദിക്കുകയാണ്. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അത് അവർക്ക് മാത്രം കൊടുക്കുന്നതല്ല, ആ അറഫാ ദിവസത്തിൽ സംഗമിക്കുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കുന്നതല്ല. ഈ പുണ്യമാന ദിനത്തിൽ ആരൊക്കെ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുന്നുണ്ടോ? ആരൊക്കെയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ പടച്ച റബ്ബേ ഒരുപാട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് സൽക്കർമ്മങ്ങൾ ഇന്നത്തെ ദിനത്തിൽ ചെയ്യുന്നത്? അവർക്കെല്ലാം അല്ലാഹു തആല ഇതിന്റെ മഹത്വങ്ങൾ കൊടുക്കുമെന്നോ അതാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു തആല നമുക്കെല്ലാം നൽകട്ടെ, അല്ലാഹു തആല നമുക്കെല്ലാം നൽകട്ടെ. ഹാജിമാർക്ക് മാത്രമാണ് അറഫാ ദിവസത്തിന്റെ മഹത്വം എന്ന് വിചാരിക്കണ്ട. അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. അവിടെ വെള്ള വസ്ത്രം ധരിച്ചിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലിക്കൊണ്ട് തൽബിയത്തിന്റെ മന്ത്രവുമായി കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമാണ് പരിശുദ്ധമായി ദിനത്തിന്റെ ഈ മഹത്വം എന്ന് ആരും വിചാരിക്കണ്ട. എന്റെ പ്രിയമുള്ളവരെ, ഇത് ലഭിക്കുന്ന ആരൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നുവോ അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നാലാമതായിട്ട് മഹത്വങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. നാലാമത്തെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ പുണ്യമാന അറഫാ ദിവസത്തിന്റെ മഹത്വമാണ്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു ജൂതനായ മനുഷ്യന് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങളിലേക്ക് ലഭിക്കപ്പെട്ട, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട, നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധമായ ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസം ഞങ്ങളിലേക്കാണ് ലഭിച്ചതെങ്കിലോ ഈ പുണ്യവാന ദിവസത്തിൽ ഞങ്ങൾ പെരുന്നാള് പോലെ ഞങ്ങൾ ആദരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആ ദിവസത്തെ ഞങ്ങൾ പെരുന്നാളായിക്കൊണ്ട് ഞങ്ങൾ ആ ദിവസത്തെ ആചരിക്കുമായിരുന്നുവെന്നോ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ജൂതനായ മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാണ്. അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നിങ്ങൾ ഏത് ദിവസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്? നിങ്ങൾ ഏത് ദിവസത്തിന്റെ മഹത്വമാണ് പറയുന്നത്? പടച്ചറബ്ബേ, ഇതങ്ങ് പറയുമ്പോ അതാ അവിടുന്ന് പുന്നാര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കും, പറയുകയാണ്, നിങ്ങൾ ഏത് ദിവസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്? അവിടെ നിന്ന് ഉമർ തങ്ങൾ ചോദിക്കുമ്പോൾ അതാ ജൂതനായ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ പറയുന്ന ദിവസം ഏതാണെന്നറിയോ? ഞാൻ പറയുന്ന ദിവസം ഏതാണെന്നറിയോ? പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ 9ാമത്തെ ദിനമാണല്ലോ എന്ന് പറഞ്ഞാൽ അറഫാ ദിവസമാണെന്ന് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇത് കേട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ പുണ്യമാന ദിനത്തിന് മറ്റുള്ള മതസ്ഥർ പോലും മറ്റുള്ളവർ പോലും നമ്മുടെ ഇതര മതസ്ഥ സഹോദരർ പോലും ഇത്രത്തോളം മഹത്വം ഇതിന് നൽകുന്നുണ്ടെങ്കിലോ ഈ പുണ്യമാന ദിനത്തിന്
മാറ്റത്തിന് എത്രത്തോളം മഹത്വമുണ്ട് അല്ലാഹ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്, ഒരുപാട് നന്മകൾ അന്നത്തെ ദിനത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് അതാ അവിടുന്ന് നമ്മെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ജൂതനായ മനുഷ്യൻ കടന്നു വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാൻ, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടൊരു ദിവസം ഉണ്ടല്ലോ, ആ മഹത്വമുള്ള ദിവസം ഞങ്ങൾക്കാണ് കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾക്ക് പെരുന്നാളായിരിക്കും. മുത്തുനബിയുടെ പ്രിയപ്പെട്ട അനുചരൻ അവിടുന്ന് ചോദിക്കാണ്, ഉമർ തങ്ങൾ ചോദിക്കണം, ഏതാണ് ആ ദിവസം? അതാ അവിടുന്ന് പറയാണ്, പരിശുദ്ധമായ അറഫ ദിനമാണ്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ 9ന്റെ ദിനമാണ്. ഈ ദിനത്തെ എന്റെ പ്രിയമുള്ളവരെ ഇത്രത്തോളം മഹത്വം എന്റെ പ്രിയമുള്ളവരെ അന്ന് മഹത്വങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാ ജനങ്ങളും അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ രാത്രി ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. എന്ത് നമ്മൾ ചോദിക്കുന്നുവോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത്. അല്ലാഹു തആല നമുക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് നൽകട്ടെ. അഞ്ചാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്, ഇന്നത്തെ രാത്രി എങ്ങാനും ആരെങ്കിലും അല്ലാഹുവിനോട് കരങ്ങൾ ഉയർത്തിയാൽ, നാളത്തെ പകലിലെങ്ങാനും അല്ലാഹുവിനോട് ആരെങ്കിലും കരങ്ങൾ ഉയർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് നൽകുകയാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല പ്രമാണിക്കുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ കരകയറ്റുന്ന ദിനമാണ്, ഒരുപാട് ആളുകളെ സ്വർഗത്തിലേക്ക് കടത്തുന്ന ദിനമാണ്. നമ്മൾ കണ്ടതും നമ്മൾ ചെയ്തു കൂട്ടിയതും നമ്മൾ ചിന്തിച്ചതും നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതും നമ്മുടെ നാക്കുകൊണ്ട് പറഞ്ഞതും നമ്മൾ ചെവി കൊണ്ട് കേട്ടതുമായ എന്തൊക്കെ തരം പാപങ്ങളുണ്ടോ, ആ പാപത്തിന്റെ കരകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും പുറത്തു കൊടുക്കുന്ന പുണ്യമായ ദിനമാണ് ഇന്നത്തെ ദിനമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതാണല്ലോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അതാ അല്ലാഹു തആല ഉത്തരം കൊടുക്കുന്നില്ല. മൂസാ നബി അല്ലാഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അല്ലാഹ്, എന്തുകൊണ്ടാണ് റബ്ബേ ഞാൻ പല കാര്യങ്ങളും നിന്നോട് ചോദിച്ചിട്ട് എനിക്കതിന് ഉത്തരം തരാത്തതെന്ന് ചോദിച്ചപ്പോൾ അതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൂസാ നബിയേ നിങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം കടന്നു വന്നാൽ ആ ദിനത്തിൽ ഒരുപാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്തോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അതാ മുത്തുനബിയുടെ പരിശുദ്ധമായ മൂസാ നബിയോട് അവിടുന്ന് അല്ലാഹു തന്നെ കൽപ്പിക്കുകയാണല്ലോ. ഇന്നത്തെ ഈ പുണ്യമായ ദിനത്തില് ഇതാ നമ്മൾ അല്ലാഹുവോട് എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകുമെന്ന് അവിടുന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുണ്യമായ ദിനത്തിലെ നന്മകളെ കൈവിടല്ലേ. ഇന്ന് റബ്ബിനോട് ഇന്നത്തെ രാത്രി മുതൽ നാളെ അല്ലാഹുവോട് എന്ത് ചോദിച്ചാലും നാളത്തെ പകലിലും എന്ത് തന്നെ നമ്മൾ ചോദിച്ചാലും അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. അല്ലാഹ് നമ്മുടെ ദുആക്ക് ഉത്തരം തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നരകം കേൾക്കുന്നത് പേടിയല്ലേ? മഹ്ശറ കേൾക്കുന്നത് പേടിയല്ലേ? ഖബറിന്റെ അദാബിനെ കുറിച്ച് കേൾക്കുന്നത് പേടിയല്ലേ? ഖബറിലെ ശിക്ഷ കേൾക്കുന്നത് പേടിയല്ലേ? നരകം പേടിയാണ്, സിറാത്ത് പേടിയാണ്. ഇതെല്ലാം നമുക്ക് ഭയമാണല്ലോ. പഠിച്ചോനെ, എന്നാലോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും കടന്നു പോകുമല്ലോ അതിലൂടെ. ഞാനും കടന്നു പോകും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, ഉമ്മമാര്, സഹോദര സഹോദരിമാര് എല്ലാവരും കടന്നു പോകുമല്ലോ.
എന്നാലോ അതിൽ നിന്ന് രക്ഷ നേടാൻ ഇന്നത്തെ രാത്രിയും നാളത്തെ പകലിലും അല്ലാഹുവോട് ദുആ ചെയ്തോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, ജനങ്ങളെ, ആരാണ് എന്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നത്? ഏത് അടിമയാണ് എന്നോട് പൊറുക്കൽ ചോദിക്കുന്നത്? അവരുടെ ആവശ്യങ്ങൾ എന്നോട് പറയുന്നത്? അവർക്ക് ഞാനിതാ കൊടുക്കുന്നു. എന്താണ് അവർ ചോദിക്കുന്നത്? അത് ഞാൻ കൊടുക്കുമെന്ന് അതാവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അല്ലാഹു തആല പറയുന്നതാണ്. അല്ലാഹു തആല ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹ് വന്നിട്ട് തന്റെ അടിമകളോട് പറയാൻ, ആരാ ഇന്നത്തെ പകലിൽ എന്നോട് ചോദിക്കുന്നത്? അവർക്ക് ഞാൻ കൊടുക്കും, ചോദിക്കുന്നത് കൊടുക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും സ്വഹാബത്ത് പടച്ച റബ്ബേ, ഇന്നത്തെ ദിവസമതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മഹത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടന്നു വന്നുകൊണ്ട് സ്വഹാബത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ അറഫാ ദിനം ഞങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് നബിയേ? അന്ന് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും മഹത്വമുള്ള കാര്യം എന്താണ് നബിയേ എന്നിവിടുന്നതാ സ്വഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ നോമ്പുകാരാവണേ, ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ നോമ്പുകാരായി മാറണേ എന്ന് അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹാജിമാര് നോമ്പ് നോൽക്കേണ്ടതില്ല. കാരണം എന്താണ്? അല്ലാഹുവേ, അവർ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുകയാണല്ലോ. അവരിങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുകയാണ്. ആ ഹജ്ജിന്റെ കർമ്മങ്ങളാണ് അവർക്ക് ഏറ്റവും ഉത്തമമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. അല്ലെ, ഹജ്ജിന്റെ കർമ്മങ്ങൾ അവർക്ക് ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. അല്ലെ, 6 മാസമായി ഇന്നത്തെ ഹജ്ജിന്റെ കർമ്മത്തിലേക്ക് എത്തിയത്. 6 മാസം പ്രായം മുതലുള്ള കുട്ടി, 130 വയസ്സ് വരെയുള്ള ഉമ്മാമ വരെ ഇന്ന് ഹജ്ജിന്റെ കർമ്മത്തിനെത്തിയിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചോനെ, ആ ഹജ്ജിന്റെ കർമ്മത്തെ, ഹജ്ജിന്റെ ഹാജിമാരെ സ്വീകരിക്കുന്നവർ വളരെ സന്തോഷത്തോടു കൂടി, എന്തൊരു ആനന്ദത്തോടു കൂടിയിട്ടാണ് അവരെ സ്വീകരിച്ചത്. അല്ലെ, വളരെയധികം ഒരു സന്തോഷം ലഭിക്കുന്ന ഒരു ദിനം, വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു ഹജ്ജിന്റെ മഹത്വം. അല്ലാഹുവേ പടച്ചോനെ, അവർക്കൊക്കെ നീ റഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ആ ഹജ്ജിന് വേണ്ടി പോയ ആളുകൾ അവർക്ക് റാഹത്തോട് കൂടിയിട്ട് പടച്ച തമ്പുരാനെ, ആ പുണ്യமான ഓരോ കർമ്മങ്ങളും ചെയ്തിട്ട് തിരിച്ചു വരാൻ അല്ലാഹുവേ നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്, നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്, നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ നമ്മൾ 6ാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണത്. മുത്തുനബിയോട് വന്നിട്ട് ചോദിക്കാണ്, നബിയെ, ഈ പുണ്യ ദിനത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ഞങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അന്നത്തെ ദിവസത്തിൽ നിങ്ങൾ നോമ്പെടുത്തു കൊള്ളുക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാം. ഇനി ആരെങ്കിലും അന്നത്തെ ദിവസത്തിലെങ്ങാനും നോമ്പെടുത്തു കഴിഞ്ഞാൽ അതാ അവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അന്നത്തെ ദിനത്തിൽ പരിശുദ്ധമായ പുണ്യമായ ദിനം കടന്നു വന്നിട്ട്, അറഫാ ദിനം കടന്നു വന്നിട്ട് ആരെങ്കിലും നോമ്പെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങള്, ഒരു വർഷം അവർ ചെയ്തു കൂട്ടിയ പാപങ്ങള്, അതേപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപമുണ്ടല്ലോ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് അതാ മുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തങ്ങൾ പഠിപ്പിക്കുകയാണ് അറഫാ ദിവസത്തെ കുറിച്ചിട്ട് അവിടുന്ന് മുത്തുനബിയോട് ചോദിക്കുകയാണ്. ഫഖാല അവിടുന്ന് പറഞ്ഞത് അവന്റെ കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപം അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അവന്റെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല ബോധം തരട്ടെ, അല്ലാഹു തആല ബോധം തരട്ടെ. ഈ ഹദീസ് നമ്മൾ ഇന്നലെ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ആയുസ് വർദ്ധിക്കാൻ വരെ ഈ പുണ്യമായ നോമ്പ് കാരണമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു വർഷം വരാനിരിക്കുന്ന ഒരു വർഷത്തെ പൊറുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞത് അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ഒരു വർഷം കൂടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ, എന്നാലല്ലേ കഴിയുള്ളൂ, നല്ല പാപങ്ങൾ ചെയ്യുള്ളൂ. അത് അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഇങ്ങനെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഏഴാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയ്യത്താണ്. എങ്ങനെയാ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്? പടച്ച റബ്ബേ, നാളത്തെ അറഫാ ദിവസത്തിന്റെ സുന്നത്തായ നോമ്പിനെ ഞാൻ നോറ്റുവീട്ടുവാൻ, അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. നാളത്തെ അറഫാ ദിവസത്തിന്റെ സുന്നത്തായ നോമ്പിനെ നോറ്റുവീട്ടുവാൻ, അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. അല്ലേ? നാളത്തെ അറഫാ ദിവസത്തിന്റെ സുന്നത്തായ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്നൊരാളെ നിയ്യത്ത് വെക്കണം. ഇനിയും അവന്റെ ജീവിതത്തിൽ ഫർളായി ഒരുപാട് നോമ്പ് അവനിക്ക് ഖളാ ആയിട്ടുണ്ട്. എന്നാൽ ആ ഖളാ ആയ നോമ്പും കൂടെ അവന് നിയ്യത്ത് വെച്ചാൽ അതിന്റെ പ്രതിഫലം കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കുകയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർളായ ഖളാ ആയ നോമ്പുകൾ അവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ അവൻ നിയ്യത്ത് വെക്കുക. പടച്ചോനെ, നാളെ ഏതും കൂടെ നോമ്പുണ്ട്. പടച്ചോനെ, നാളെ ഖളാ ആയതിന്റെ കുറെ നോമ്പുണ്ടല്ലോ. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് നോമ്പ് പോയിട്ടുണ്ടാകും. നമ്മളങ്ങനെ നിയ്യത്ത് വെക്കുക. രോഗങ്ങളെ കൊണ്ട് പോയിട്ടുണ്ടാകും, മറ്റു വിഷമങ്ങളെ കൊണ്ട് പോയിട്ടുണ്ടാകും. നമ്മളങ്ങനെ നിയ്യത്ത് വെക്കുക. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, ആ നിയ്യത്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, ആ ഒരു നോമ്പിന്റെ പ്രതിഫലം കൂടെ അല്ലാഹു തആല നമുക്ക് നൽകുന്നതാണെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല ബോധം തരട്ടെ. അതേപോലെ നമ്മൾ മനസ്സിലാക്കണം, അത്തായം കഴിക്കണം. അത്തായം സുന്നത്താണ്, പക്ഷെ അത്തായം എന്ന് പറയുന്ന അതിന് വലിയ മഹത്വമുണ്ട്. ആ അത്തായത്തിൽ ബർക്കത്തുണ്ട്. ആ സമയത്ത് കഴിക്കുന്ന നോമ്പുകാരൻ നോമ്പിന് വേണ്ടി കഴിക്കുന്ന അത്തായത്തിൽ അതിൽ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ടെന്ന് അതാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പുണ്യദിനത്തില് നാളത്തെ ദിനത്തിൽ നോമ്പെടുക്കുമ്പോൾ ആ പുണ്യമായ അത്തായം കഴിക്കാതെ ആരും നോമ്പെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കഴിയുന്നവരൊക്കെ അത്തായം കഴിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ പുരുഷന്മാരായ ആളുകൾ അന്നത്തെ ദിവസത്തിൽ പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് തന്നെ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അതേപോലെ തന്നെ സ്ത്രീകളായ ഉമ്മമാരുണ്ടല്ലോ, വീട്ടിനകത്ത് നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വീടുകളിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെ കൂട്ടിയിട്ട് പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കാൻ ശ്രമിക്കണേ. നിസ്കാരം ഒഴിവാക്കരുത്. നോമ്പുണ്ട്, നമസ്കാരം പാടില്ല, അത് പാടില്ല. നോമ്പും നമസ്കാരവുമെല്ലാം ഒപ്പം നമ്മൾ ചേർത്ത് കൊണ്ട് പോകേണ്ടതാണല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. എട്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹാജിമാർക്ക് ഈ നോമ്പില്ല, അല്ലേ? ഹാജിമാർക്ക് ഈ നോമ്പുണ്ടോ? ഇല്ല, അവരത് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞു, അല്ലേ? കാരണം എന്താണ്? അവരുടെ ജീവിതത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർക്ക് എന്താകും? പ്രയാസമാകും, അല്ലേ? അല്ലാഹു അവർക്ക് റാഹത്തും ആഫിയത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. ഒരുപാട് ഹാജിമാർ, അല്ലേ? അല്ലാഹു തആല ആഫിയത്ത് അല്ലാഹു തആല കൊടുക്കട്ടെ. ആ പുണ്യ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ, റാഹത്തോട് കൂടി ചെയ്യാൻ അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ.
ഒമ്പതാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ തക്ബീറിനെ അധികരിപ്പിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തക്ബീർ ചൊല്ലേണ്ടതെന്നറിയോ? എൻ്റെ പ്രിയമുള്ളവരെ, നാളത്തെ സുബഹി മുതൽ, ഇന്ന് സൂര്യൻ അസ്തമിച്ച് നാളത്തെ സുബഹി മുതൽ ആ സുബഹിയുടെ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ തക്ബീർ ചൊല്ലി തുടങ്ങണം. എന്നിട്ടോ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച അസ്ർ നമസ്കാരം വരെ നമ്മൾ പരിശുദ്ധമായ ദിനത്തിൽ തക്ബീർ ചൊല്ലുക എന്നത് വളരെയധികം സുന്നത്താണ്, മഹത്വമുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ ചൊല്ലണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന പരിശുദ്ധമായ തക്ബീറിന്റെ ധ്വനികൾ നാളത്തെ സുബഹി മുതൽ നമ്മുടെ നാക്കുകളിൽ ഉയരട്ടെ, നമ്മുടെ നാക്കുകളിൽ ഉയരട്ടെ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലുക. ഒരുപാട് തക്ബീറുകൾ നമ്മൾ അധികരിപ്പിക്കാം, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ തൗബ ചെയ്യുക. 10ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ ദിനത്തിൽ നമ്മൾ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാന്റെ മുമ്പിൽ നമ്മൾ കരങ്ങൾ ഉയർത്തണല്ലോ. അള്ളാഹിനോട് നമ്മളെ പാപങ്ങൾ പുറത്തു തരാൻ നമ്മൾ പറയണം. അള്ളാന്റെ മുമ്പിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തിയിട്ട് പറയണം, അല്ലാ എന്റെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പാപം പൊറുപ്പിക്കാൻ ദുആ ചെയ്യണം. ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പടച്ചോനെ, പാപങ്ങൾ പുറത്തുകൊണ്ട, പാപങ്ങൾ പുറത്തുകൊണ്ട എന്ന് അള്ളാന്റെ മുമ്പിൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, ഹറാമ് കാണാതെ, ഹറാമ് കേൾക്കാതെ, ഹറാമ് ചിന്തിക്കാതിരിക്കുക. എന്നിട്ട് അല്ലാഹു ചോദിക്കുക, പടച്ചോനെ, ഞാൻ ഇത്രയും നിന്റെ മുമ്പിൽ ഞാൻ പറയുന്നത്, ഇത്രയും നന്മകൾ ഞാൻ ചെയ്യുന്നത്, പടച്ചോനെ എന്റെ ജീവിതത്തിൽ ഇനി ഹറാം ഉണ്ടാകാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഹറാമുണ്ടാവാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണെന്ന് അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്താൽ, നമ്മുടെ കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹിനോട് നമ്മൾ പറഞ്ഞാൽ, പടച്ചോനെ ഇനി എൻ്റെ ജീവിതത്തിൽ നീ ഹറാം എന്നെ കൊണ്ട് കാണിപ്പിക്കല്ല അല്ലാ, എൻ്റെ ജീവിതത്തിൽ നീ ഹറാം ചെയ്യിപ്പിക്കല്ല അല്ലാ, ഹറാമിന്റെ വഴി നീ എന്നെ നടത്തിപ്പിക്കല്ല അല്ലാ എന്ന് പടച്ച തമ്പുരാനോട് നമ്മൾ ദുആ ചെയ്താൽ, പിന്നീട് അല്ലാഹു തആല നമ്മുടെ ഹറാമിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്തുകയാണ്, ഹറാമിൽ നമ്മളെ കണ്ണിനെ ഒഴിവാക്കുകയാണ്. ഹറാമ് കാണിപ്പിക്കില്ല, ഹറാമ് കേൾപ്പിക്കില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഹറാമിന്റെ വഴികളിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് സംരക്ഷണം നൽകും. അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കാം, പടച്ചോനെ ഹറാമ് കാണിപ്പിക്കല്ല അല്ലാ, ഹറാമ് കേൾപ്പിക്കല്ല അല്ലാ, ഹറാമ് പറയിപ്പിക്കല്ല അല്ലാ എന്ന് ദുആ ചെയ്യുക. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, 11ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ നമ്മൾ ഒരുപാട് പാരായണം ചെയ്യണം. വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഒരുപാട് പാരായണം ചെയ്യണം. ആ ഖുർആനിന്റെ തണലിലായിക്കൊണ്ട് നമ്മൾ ഇരിക്കാൻ ഇന്നത്തെ രാത്രി നമുക്ക് കഴിയണം, ഈ ദിവസങ്ങൾ നമുക്ക് കഴിയണമെന്ന് അത് അവിടുന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്തോ, സൂറത്ത് യാസീൻ പാരായണം ചെയ്തോ, പരിശുദ്ധമായ പടച്ചുറപ്പെ സൂറത്തുൽ വാഖിഅ, തബാറക സൂറത്ത്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തോ. അതേപോലെ തന്നെ ആയത്തുകൾ, ആയത്തുൽ കുർസി, ലൗ അൻസൽന, എന്തെല്ലാം മഹത്വങ്ങളുള്ള ആയത്തുകളുണ്ടോ ആ ആയത്തുകളും സൂറത്തുകളും നമ്മൾ പാരായണം ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ദിക്റുകൾ നമ്മൾ 12ാമതായിട്ട് നമ്മൾ പറയേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് ദിക്റുകൾ നമ്മൾ അധികരിപ്പിക്കണേ, ഒരുപാട് ദിക്റുകൾ.
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ മൂസാ നബിയോട് അല്ലാഹു തആല തന്നെ പറഞ്ഞെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ദുആ ചെയ്യാനാണ് അല്ലേ? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ ദിക്ർ അവിടുന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പതിവാക്കണേ, ഒരുപാട് ചൊല്ലണേ. അതേപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന പരിശുദ്ധമായ ദിക്ർ ചൊല്ലുക. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 10 ലക്ഷം പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കുകയാണ്. മറ്റൊന്നിൽ കാണാം, മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു തആല കടലിലെ നുരയേക്കാൾ നുര പോലെ നിന്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹുവേ ഒരു തിരമാല ഇങ്ങനെ അടിച്ചു വന്നാൽ ആ തിരമാലയിൽ എത്രത്തോളം നുരണ്ടാകും, ആ നുര പോലെ നിന്റെ പാപങ്ങൾ കുമിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ആ പാപവും അല്ലാഹു തആല പുറത്തു തരുന്ന ദിക്ർ ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നമ്മൾ ചൊല്ലണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. الله تعالى توفيق നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ സ്വലാത്ത്, എന്തെല്ലാം സ്വലാത്ത് മുത്തനബിയുടെ പേരിൽ നമുക്ക് സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അതേപോലെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. സ്വലാത്തുകളാണ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. സ്വലാത്തുകൾ ചൊല്ലുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. ഹബീബിന്റെ മഹത്വം നീ ഞങ്ങളിൽ, അല്ലാഹുവേ മുത്തുനബിയുടെ ബന്ധം നീ ഞങ്ങളിൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ നോമ്പെടുത്താനുള്ള പ്രതിഫലം ചോദിച്ചുവല്ലോ. ഈ പുണ്യദിനത്തിൽ ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുന്നുണ്ട്, അവനിക്ക് അല്ലാഹു തആല നരകമോചനം ലഭിക്കുന്നതാണ്, അവനിക്ക് സ്വർഗ്ഗപ്രവേശനം കൊടുക്കുന്നതാണ്. ദുൽഹിജ്ജ മാസത്തിൽ നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം അല്ലേ? ദുൽഹിജ്ജ 9ന്റെ പ്രതിഫലങ്ങളാണ് നമ്മൾ നാളെ പറഞ്ഞത്. 8 വരെയുള്ള പ്രതിഫലം, 8 ദിവസങ്ങളിൽ ആരെങ്കിലും നോമ്പെടുത്താൽ അല്ലാഹു സ്വർഗ്ഗം നിനക്ക് ഉറപ്പാക്കി തന്നിട്ടുണ്ട് അല്ലേ? ഇന്ന് നമ്മുടെ മജ്‌ലിസിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ നോമ്പെടുത്ത ആളുകളാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവനിക്ക് അല്ലാഹു തആല നരകമോചനം നൽകുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ സമയത്തോ ഈ മഗ്‌രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, ദുആക്ക് ഇജാബത്തുള്ള സമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയവും അതേപോലെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയവും ദുആക്ക് ഇജാബത്തുണ്ട്. ഇത് കുതിക്കുന്നതിന്റെ മുമ്പ് ഉദിച്ചു കഴിഞ്ഞാൽ ഉടനെയുള്ള സമയങ്ങളൊക്കെ വളരെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് നോമ്പെടുത്തുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തോ, നിനക്ക് അല്ലാഹു തആല സ്വർഗ്ഗം തരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി മറ്റൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ലൈവ് ഇന്ന് ഈ സമയത്തേക്ക് നമ്മൾ ആക്കിയത്. ഇൻഷാ അല്ലാഹ് ABCDMC എന്ന് പറയുന്ന അക്കൗണ്ട്, അതേപോലെ തന്നെ ജസീറ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് അൽഹംദുലില്ലാഹ് പുതിയ ഒരു
നമ്മുടെ ലൈവിലേക്ക് വന്ന ഒരാളാണ്. ഇന്നിവർ ആ ഒരു കമൻറ്റ്, ആ ഒരു പേര് നമ്മൾ കണ്ടിട്ടില്ല. അല്ലാഹു തആല ഖൈർ കൊടുക്കട്ടെ. അതേപോലെ തന്നെ ഷെറീന എന്ന് പറയുന്ന അക്കൗണ്ട്, അതേപോലെ അനീസ് എന്ന് പറയുന്ന അക്കൗണ്ട്, അൽഹംദുലില്ലാ നൗഷ്, അതേപോലെ നൗഷൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന്, അതേപോലെ സാബിറ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹസൻ എന്ന് പറയുന്ന അക്കൗണ്ടിലൊക്കെ പ്രത്യേകം കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അതേപോലെ തന്നെ നമ്മുടെ പുണ്യ മജ്ലിസിൽ കമന്റിൽ വരാതെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും ഖൈർ നൽകട്ടെ, പ്രതിഫലം നൽകട്ടെ. അല്ലാഹു തആല അവർക്കൊക്കെ സലാമത്ത് നൽകട്ടെ. അല്ലാഹു തആല അവരുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.